ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ എന്താണെന്ന് നമുക്കറിയണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നതാണ്. അതിൽ നിയമമുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് വരുന്നു. കുറെ പേരൊക്കെ നമുക്ക് അറിയാം ഏതൊക്കെയാണെന്ന് അറിയാം. പക്ഷെ 50 സീറ്റുകളിലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ക്ലാസ് തിരിച്ചുള്ള മത്സരവും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ബി.ജെ.പി ആക്റ്റീവായി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇത് മാത്രമല്ല അവർക്ക് ഒരു ജില്ലയല്ലല്ലോ, നമുക്ക് നമ്മുടെ ഒരു ജില്ല, അവർക്ക് 2 ജില്ല വേറെയുണ്ട്. അതാണ് ജില്ലയുണ്ട്. തൃശ്ശൂരൊക്കെ എന്താകുമെന്ന് നമുക്കറിയണം. ഏതായാലും കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റന്നാളാണ് കേട്ടോ. ഇന്നും നാളെയും ഇല്ല, മറ്റന്നാൾ. അപ്പോൾ എന്തായാലും ഈ അമ്പലപ്പുഴയിലെ 140 മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അല്ല, പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷയല്ല, ഇത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ വിവാദ രാഷ്ട്രീയമല്ല വിട്ട് ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്ന്. ജനങ്ങൾ ആവശ്യം 70 കൊല്ലം ഒന്നും നടക്കാണ്ട് ഇന്ന് എത്ര കൂടുതൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതെല്ലാം മാറ്റണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ മാറ്റം മതിയായി. ഈ CPM, LDF, കോൺഗ്രസ്, UDFിൻ്റെ രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം മതിയായി. ഇനിയിപ്പോൾ വികസന രാഷ്ട്രീയം നമുക്ക് തുടങ്ങാം. എൻ്റെ സ്ഥാനത്ത് 100% ഉണ്ട്, ഉണ്ടാവും. പിന്നെ 140 സീറ്റിൽ NDA സ്ഥാനാർത്ഥി ഉണ്ടാവും. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. രഞ്ജിത്ത്, വിവാദം മതിയാക്കി വികസനം എന്നാണ്, പക്ഷെ വിവാദത്തിന് കുറവൊന്നുമില്ല എന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. 140 ഇടങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എത്രയിടത്ത് ഈ ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്? മാധു, ചർച്ചകൾ പൂർത്തിയാക്കാത്തതാണ് BJPയെ സംബന്ധിച്ചിപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് BDJSുമായും 2020യുമായുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BDJSന്റെ ചില സീറ്റുകൾ BJP ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ BJP ഉറപ്പിച്ച ചില സീറ്റുകൾ BDJSും ആവശ്യപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൊടുങ്ങല്ലൂർ സീറ്റ്. കഴിഞ്ഞ തവണ BJPക്ക് വിട്ടുകൊടുത്തതാണ്. അവിടെ B ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കാൻ BJP തീരുമാനിച്ചു. പക്ഷേ ആ സീറ്റ് വേണമെന്ന് BDJS ആവശ്യപ്പെടുന്നു. അതുപോലെ നെന്മാറ സീറ്റുമായി ബന്ധപ്പെട്ട്, കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കം നിലനിൽക്കുന്നു. ഇന്നലെ രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. BJPയെ സംബന്ധിച്ച് 32 എ ക്ലാസ് മണ്ഡലങ്ങളാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ അവർ 41 മണ്ഡലങ്ങളുടെ പട്ടിക ഇതിനകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തരത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിക്കത്തക്ക രീതിയിൽ 18-ാം തീയതി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി ബോർഡ് യോഗമാണ് ആ യോഗത്തിൽ സംസ്ഥാനത്തെ നേതാക്കൾ കൂടി പങ്കെടുക്കും. അതിലായിരിക്കും പൂർണ്ണമായിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. എന്നാൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏകദേശം ഒരു ധാരണ നമുക്കുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആണെന്നും, കഴക്കൂട്ടത്ത് V മുരളീധരനാണെന്നും, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് ആണെന്നും, വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയാണെന്നും, തിരുവല്ലയിൽ അനൂപ് ആന്റണി ആണെന്നും, പാലായിൽ ഷോൺ ജോർജും, പൂഞ്ഞാറിൽ PC ജോർജും, പാലക്കാട് ശോഭാ സുരേന്ദ്രനും, മഞ്ചേശ്വരത്ത് അത് K സുരേന്ദ്രനും ഒക്കെയാണെന്നും, അതിൽ കുമ്മനം രാജശേഖരും MT രമേശുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളാവാൻ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. ചെങ്ങന്നൂരിലാണ് ചെറിയൊരു തർക്കം നിലനിൽക്കുന്നത്. ചെങ്ങന്നൂരിൽ സന്ദീപ് ബജസ്പതിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അവിടേക്ക് PS ശ്രീധരൻപിള്ള വരുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചുരുക്കം ചില മണ്ഡലങ്ങളിലാണ് തർക്കം നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആ തന്ത്രം ഒരു നേതാവിൽ നിൽക്കുമ്പോൾ മറ്റു നേതാക്കൾ അതിനെങ്ങനെ കാണുന്നു? BJPയിൽ എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്ന പ്രശ്നം അതാണ് എന്ന് ഹരി മോഹനിലേക്ക് കൂടി പോകുന്നു. ഹരി, ഇപ്പോൾ തലസ്ഥാനത്ത് നേരത്തെ തന്നെ നേമത്ത് ഞാൻ തന്നെ എന്നുള്ള പ്രഖ്യാപനം വളരെ മുന്നേ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ചില മണ്ഡലങ്ങൾ, എ ക്ലാസ് മണ്ഡലങ്ങൾ അറിയാം നമുക്ക് ആരൊക്കെ ആയിരിക്കും എന്നുള്ളത്. അവരവിടെയൊക്കെ പ്രചാരണം തുടങ്ങിയോ ഹരി? തീർച്ചയായിട്ടും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ഇതിനോടകം തന്നെ പ്രചാരണം ചുവരെഴുതി തന്നെ സ്വയം തുടങ്ങി എന്നുള്ളതാണ്. മറ്റൊന്ന് വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, ഞാൻ ആദ്യം മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നു, പിന്നീട് നിർബന്ധിച്ചു, അതിനുശേഷവും താൻ ഇല്ല എന്ന് പറഞ്ഞു. മറ്റു പല പേരുകളും കേട്ടു. അവസാനം വീട്ടിൽ ചെന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ കണ്ടു. ഒടുവിൽ ഞാൻ മത്സരിക്കാനുണ്ട്, എൻ്റെ പാർട്ടി പറഞ്ഞു മത്സരിക്കാൻ. അങ്ങനെ ചെറിയൊരു വാർഡിനെ പ്രതിനിധീകരിച്ചല്ല, ഒരു മണ്ഡലത്തെ തന്നെ പ്രതിനിധീകരിച്ച് ഒരു ജനപ്രതിനിധിയായി നിൽക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം R ശ്രീലേഖ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചുവരെഴുതി തുടങ്ങിയത്. അങ്ങനെ ഈ 2 മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ്. മറ്റൊന്ന് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് കഴിഞ്ഞ 5 വർഷമായി V മുരളീധരൻ സജീവ സാന്നിധ്യമായി നിൽക്കുകയാണ്. അവിടെ V മുരളീധരനെ സംബന്ധിച്ച് പരസ്യ പ്രചാരണത്തിന്റെ ആവശ്യമില്ല, സ്ഥിരമായി ആ മണ്ഡലത്തിൽ തന്നെയുണ്ട്. ആ മണ്ഡലത്തിൽ എല്ലാ ദിവസവും പോകുന്ന ആൾ കൂടിയാണ്. ഒപ്പം തന്നെയുള്ള ഒരു സീറ്റ് കാട്ടാക്കടയാണ്. കാട്ടാക്കട PK കൃഷ്ണദാസ് ഇന്നും ഇന്നലെയൊക്കെയായി പല വീടുകളും കയറി ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയും വീട് കയറിയുള്ള പ്രചാരണം തുടങ്ങും. അതായത് സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചുകൊണ്ട് പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും കടക്കുകയാണ് ഈ പറയുന്ന ആളുകൾ എന്നുള്ളതാണ്. മറ്റു പല സ്ഥലങ്ങളിലും തലസ്ഥാനത്ത് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് പാറശാല, അരുവിക്കര പോലെയുള്ള സീറ്റുകൾ ഘടകകക്ഷിയായിട്ടുള്ള കാമരാജ് കോൺഗ്രസിന് നൽകണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ 5 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. കോവളമടക്കമുള്ള 5 സീറ്റുകളാണ് ചോദിച്ചത്. പക്ഷേ ഇതിലൊന്നും തന്നെ ഇതുവരെ തീരുമാനമായിട്ടില്ല. 17-ാം തീയതി കേന്ദ്രത്തിൽ നിന്ന് ചില നേതാക്കൾ കാണാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ചിലപ്പോൾ തീരുമാനമായേക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്.